അങ്ങനെയാണെങ്കിൽ എനിക്ക് മാമിന്റെ അടുത്തൊന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴില്ല, ജൂലൈ മാം ഫ്രീ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി മാം. നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകൾ ഓൾറെഡി നടത്തുന്നുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഇടും മാം. അല്ലാതെ മാമിന് ലൈവായിട്ട് വന്ന് പഠിക്കുമ്പം ഡ്രോയിങ്സിൻ്റെ കറക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മന്ത്ലി ഫീസിൽ, ചെറിയ ഫീസിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന സിസ്റ്റത്തിൽ പഠിക്കാം കേട്ടോ. മാം തിരുമലയാണ് സ്ഥലം, മാം വന്നാൽ മതി. ഇത് നമ്മളെ മാം ഇപ്പം നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ഓൾറെഡി കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഗ്ലാസ് പെയിൻറ്റിൽ ഫസ്റ്റ് ചെയ്ത് ഞാനിത് എൻ്റെ ഗ്ലാസ് പെയിൻറ്റുകളെല്ലാം കട്ട പിടിച്ചത് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാത്തത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത്, ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്തതാണ്. ഇത് നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഗ്ലാസ് കളേഴ്സാണ് യൂസ് ചെയ്തത്. റെഡും ചെറിയ രീതിയിലൊരു പിങ്ക് പിന്നെ വൈറ്റ്, ഈ 3 കളേഴ്സാണ് ഇതിനകത്ത് നമ്മൾ പെറ്റൽസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, മുട്ടുകളും ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ബാക്കി കളേഴ്സുകളൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഒന്നാമത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ, ഇത് നിങ്ങൾ സിൽവർ കളറോ ഗോൾഡ് കളറോ കൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാം. OSB ഷീറ്റിലാണെങ്കിൽ OSB ഷീറ്റിൽ, അല്ലെങ്കിൽ ഗ്രേഡ്സിൻ്റെ ഇത് കേട്ടോ. ഇത് ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, എല്ലാം ബ്ലാക്കാണ്. നമുക്കൊരു വെറൈറ്റി കളറാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് വൈറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്, സിൽവർ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഗ്രേഡ്സിൻ്റെത്. അപ്പം നിങ്ങൾക്ക് സിൽവർ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇത് സിൽവർ കൊണ്ടാണ് വരയ്ക്കേണ്ടത് എല്ലാവർക്കും. കാരണം നമുക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ്സാണ്, 2-3 ദിവസത്തെ ക്ലാസ്സാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഈ പിക്ചറുകൾ തീർക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ 2 പിക്ചർ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പിക്ചർ, ഞാൻ ബുദ്ധൻ്റെ പിക്ചർ നല്ലൊരു പിക്ചറാണ്, നമുക്ക് സേവ് ചെയ്തൊക്കെ പോകാൻ എളുപ്പമാണ്. ഈ ഒരു പിക്ചർ സേവ് ചെയ്തൊക്കെ എൻ്റെ മിക്കവാറും വിറ്റ് പോകും. ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ് കേട്ടോ. ഇത് ഞാൻ ഗ്ലാസ് മുറിച്ച് മേടിച്ചിട്ട് ഗ്ലാസ്സിലാണ് ചെയ്തത്, OSB ഗ്ലാസ്സാണ്. അപ്പം ബുദ്ധൻ്റെ പിക്ചർ, ഇത് നമ്മൾ അക്രിലിക് കളർ കൊണ്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഇട്ടാണ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്ത് കാണുമെന്ന് അറിയത്തില്ല. ഇത് ബ്ലാക്ക് ഇട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ 3 ചിത്രങ്ങൾ നമുക്ക് ആയിട്ടുണ്ട്. 4ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ബേർഡിൻ്റെതാണ്. അതും ബ്ലാക്ക് കൊണ്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം. ബ്ലാക്ക് ലൈനർ, ബ്ലാക്ക് 3D ആയാലും മതി, ബ്ലാക്ക് ലൈനർ ആയാലും മതി. ഇത് ബ്ലാക്ക് ഇട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പിക്ചറും പിന്നെ ഈ പിക്ചർ നമ്മൾ ആദ്യം ചെയ്ത പിക്ചർ, അങ്ങനെ 5 പിക്ചറുകളാണ്. ഇനി ഒരു പിക്ചറുള്ളത് ഫ്ലവറാണ്. അതാണ് നമ്മളിപ്പം മിററിൽ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മിററിൽ ട്രേസ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. മിററിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തത് കൊണ്ട് അടിയിൽ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മിററിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സൈഡെല്ലാം ഞാൻ മേടിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പേപ്പർ ടേപ്പ് ഒട്ടിക്കുന്നത് നല്ലതാണ്. ഇതിന് കൈ പെട്ടെന്ന് ഷാർപ്പായിട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മിറർ നമ്മൾ സൈഡിലൊന്ന് ഒട്ടിക്കുന്നത് നല്ലതാണ്. കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മിററിൽ നമ്മൾ എടുക്കുന്ന പിക്ചർ ഫ്ലവർ ഒന്ന് എടുത്തോട്ടെ. ഈ പിക്ചറാണ് നമ്മൾ മിററിൽ വരയ്ക്കുന്നത് കേട്ടോ. ഈ പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ നമുക്ക് അടിയിൽ വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കാർബൺ പേപ്പർ പറഞ്ഞിട്ടുണ്ട്, കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പറിലൊക്കെ ട്രേസ് ചെയ്യുന്ന രീതി അറിയാം, പക്ഷേ ഇതിനകത്ത് കുട്ടികളുണ്ട്, അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കാർബൺ പേപ്പർ കിട്ടുന്നത് A4 സൈസിലാണ്. അപ്പോൾ 2 കാർബൺ പേപ്പർ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. 2 കാർബൺ പേപ്പർ എടുക്കുകയാണ്. ഇതിൻ്റെ വാക്സ് പോലുള്ള സൈഡ്, അതായത് ഇതിൻ്റെ വാക്സ് പോലുള്ള സൈഡ് കണ്ടോ, ഈ വാക്സ് പോലുള്ള സൈഡ് നമ്മൾ മിററിലോട്ട് ചേർത്ത് പേപ്പർ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്.
2-3 ദിവസമായപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ മറന്നു പോയി കാണും. അല്ല, എന്തായാലും മൺഡേ മുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. ശരിക്കും നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. പിന്നെ ക്ലാസ്സസ് എനിക്ക് എടുക്കാനുള്ള ഒരു സമയക്കുറവ് കാരണമാണ് ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യാത്തത്. കുറച്ച് അത്യാവശ്യ വർക്കുകൾ കൊടുക്കാനുണ്ട് ഈ ഹൗസ് വാമിങ്ങിനൊക്കെ വേണ്ടിയിട്ടേ. വെഡ്ഡിങ് ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല, എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് മ്യൂറൽ ചെയ്ത് ഒരുപാട് ഞാൻ ഒത്തിരി ഫോട്ടോസ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ പബ്ലിസിറ്റിയിൽ കൊടുക്കുന്നതാണ്. ഒത്തിരി വർക്കുകൾ ചെയ്ത് നല്ല ലക്ഷങ്ങൾ രൂപയ്ക്ക് പെയിൻറ്റിങ്സുകൾ വിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ തന്നെ. ഞാൻ ഈ KVTC കണ്ണൂർ എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥാപനത്തിൽ ശരിക്കും എല്ലാ കോഴ്സുകളും കൊണ്ടുവന്നതും ചെയ്തതും ഞാനായിരുന്നു. പിന്നെ സാറ് കുറച്ച് ക്യാഷിൻ്റെ പ്രോബ്ലം വന്നപ്പോഴാണ് ക്ലാസ്സുകളിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യാത്തതാണ്, ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പോഴും സാറുമായിട്ട് വലിയ കാര്യമാണ്, കുഴപ്പമില്ല. അതാണ് പറഞ്ഞൊരു ടീച്ചറാണ് മാം പഠിപ്പിക്കുന്നത്. ഷീബ ടീച്ചർ, ഞാൻ ഇറങ്ങിയതിന് ശേഷം ഷീബ ടീച്ചറാണ്. ഇപ്പം പിന്നെ സാറ് വേറെ അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഞാനാണ് ഏകദേശം ക്യാൻവാസ് മ്യൂറലിൻ്റെ 12-14 ബാച്ച് വരെ ഞാനാണ് ക്ലാസ് എടുത്തിരുന്നത്, സ്റ്റാർട്ടിങ് മുതൽ. അതിനകത്ത് എല്ലാ കോഴ്സുകളും സാറ് ശരിക്കും സ്റ്റിച്ചിങ് മാത്രം അവിടെ എടുക്കുന്നൊരു സ്ഥാപനമായിരുന്നു. അതിനകത്ത് എല്ലാ കോഴ്സുകളും കൊണ്ടുവന്നതും എല്ലാത്തിൻ്റെ ഐഡിയാസ് കൊണ്ടുവന്നതും പോസ്റ്റേഴ്സുകൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തത് എല്ലാം ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ഒന്നിൻ്റെ അണ്ടറിൽ നമുക്ക് അത്യാവശ്യം ക്ലാസ്സുകളുള്ളത് കാരണം സമയവും കിട്ടാറില്ല ഒന്നിൻ്റെ അണ്ടിയിൽ നിൽക്കാനേ. പെയിൻറ്റിങ്സുകൾ അത്യാവശ്യം നമുക്ക് നല്ലതുപോലെ ഉണ്ട്. പിന്നെ എനിക്ക് ലൈവ് ക്ലാസ്സുകൾ ഒരുപാട്, ഞാൻ അത്യാവശ്യം ക്ലാസ്സുകൾ എടുക്കാൻ എക്സ്പേർട്ടാണ്, അതുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളൊന്നിൻ്റെ അണ്ടറിൽ നിൽക്കേണ്ടത് കുറച്ചുകൂടി താഴോട്ട് വരുന്നുണ്ട്, പിക്ചർ കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ്. അപ്പം ഷീബ മാമിൻ്റെ ക്ലാസ്സിൽ കയറിയായിരുന്നു മ്യൂറൽ. അതിനകത്തുള്ള ഒരുപാട് പേര് എൻ്റെ ലൈവ് ക്ലാസ്സിലുണ്ട്. സാധാ ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്ങിന്റെ ഒരെണ്ണം ചെയ്തായിരുന്നു. ഇപ്പൊ ഈ പഞ്ചവർണ്ണ തത്തയുടെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്. ശരിക്കും മാം എന്താ പ്രൊഫഷൻ, മാം എന്താ ചെയ്യുന്നത്? ഞാൻ നഴ്സാണ് മാം. ഇപ്പൊ പോകുന്നില്ല. നഴ്സായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. എന്താണ് കേട്ടില്ല? നഴ്സായിരുന്നു, നഴ്സിംഗ് ഫീൽഡായിരുന്നു. ഓ, നഴ്സിംഗ് ഫീൽഡായിരുന്നു. ഇപ്പം വർക്ക് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓ, എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു, കണ്ണൂര് മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരു 14 വർഷം വർക്ക് ചെയ്തു, ഇപ്പൊ നിർത്തി. ഗവൺമെന്റ് നേഴ്സായിരുന്നു? ജനറൽ നഴ്സ്. ഗവൺമെന്റിലായിരുന്നോ? അതെ അതെ, ഗവൺമെന്റില് ടെമ്പററി ആയിട്ടായിരുന്നു, PSC അല്ല. ഓ, DHS പോസ്റ്റ് ആയിരുന്നു. ഓ, ഈ സർക്കാരില് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവര് സർക്കാരില് ലീവ് വേക്കൻസി ഒക്കെ വരുമ്പോ നമ്മളെ വിളിക്കും. ഇങ്ങനെ ലീവ് വേക്കൻസിയിൽ ആളെ ഉണ്ടോന്ന് അന്വേഷിച്ചോണ്ടേ ഇരിക്കണം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരിക്കണം, അപ്പൊ നമ്മളെ വിളിക്കും. ഓ, മാമിന്റെ ഹസ്ബൻഡൊക്കെ ഫാമിലി? ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളൂ വീട്ടില്. ഹസ്ബൻഡ് ഇവിടെ ഷെയർ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഇവിടെ പകരപ്പുറം റോഡ് വർക്ക് ചെയ്യണം. സ്റ്റോക്സ് പറഞ്ഞ കമ്പനി. എൻ്റെത് കൂടുതലും നമ്മുടെ ക്ലാസ്സുകളിൽ മ്യൂറൽസിലൊക്കെ ഉള്ളത് ഡോക്ടേഴ്സൊക്കെയാണ് കൂടുതൽ പേര്, കാരണം മെൻ്റൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതലുള്ള ഡോക്ടേഴ്സാണ്. എനിക്കറിയാം എല്ലാ ബാച്ചിലും ഒരു 4-5 പേര് കാണും. അപ്പോൾ നല്ല കണക്ഷൻസാണ് കുറേ പേരുമായിട്ട്. ഞാൻ കുറേ ഓൺലൈൻ പഠിക്കാൻ. പിന്നെ ഇവിടെ തോന്നിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, പ്രിൻസാറ് എൻ്റെ സാറാണ്. പ്രിൻസ് എന്നാണോ, പ്രസാദ് എന്നല്ലേ? ഏത്? അല്ല, പ്രിൻസ് തോന്നയ്ക്കൽ. അങ്ങനെ ഒരാള് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിൻസ് സാർ എന്ന് പറയുന്നത് സാറ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആദ്യത്തെ ബാച്ചാണ്. ആ ബാച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ചുവർ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് 98 ബാച്ച്, ആ ടൈമിൽ ഞങ്ങളുടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BFA സ്റ്റാർട്ട് ചെയ്തു.
ട്രിപ്പിൾ മെയിനായിരുന്നു, പെയിൻറ്റിങ് മെയിനായിരുന്നു, സംസ്കൃതം മെയിനായിരുന്നു, മ്യൂറൽ പെയിൻറ്റിങ് മെയിനായിരുന്നു. അന്ന് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചതാണ്. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം പിന്നെ അതിനേക്കാളും കൂടുതൽ നമുക്ക് ആ വരച്ച് കഴിഞ്ഞ് വീട്ടിലൊന്നും വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടുതലും പെയിൻറ്റിങ്ങിലോട്ട് ഫോക്കസ് ചെയ്ത്. പിന്നെ ഞാൻ പക്ഷേ മാസ്റ്റർ ഡിഗ്രി അന്ന് ഇവിടെ കേരളത്തിൽ വേറെ പെയിൻറ്റിങ്ങിലില്ലാത്തതുകൊണ്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MFA എടുത്തു. MFA എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2016 ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് MFA എടുത്തു പെയിൻറ്റിങ്. അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കെല്ലാം പഠിപ്പില്ല, മെയിൻലി പഠിപ്പിക്കുകയാണ്. കാർമൽ സ്കൂളിലായിരുന്നു, KVയിലുണ്ടായിരുന്നു, KVയിലായിരുന്നു, ആക്കളും പാങ്ങോടും ഒക്കെ പട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. ശരി മാം, നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ റെക്കോർഡും കൂടെ ചെയ്യാണ്. അപ്പം ഇതിനകത്ത് ബാക്കിയുള്ളവർക്ക് ഇതൊരു ബോറായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് യെല്ലോ കാർബൺ വച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പർ ഇങ്ങനെ വയ്ക്കുകയാണ്. വച്ചിട്ട് നമ്മളിതിനകത്ത് ബോൾ പെന്നെ ഉപയോഗിക്കുക. ട്രേസ് ചെയ്യുമ്പോൾ എപ്പോഴും ബോൾ പെന്നെ യൂസ് ചെയ്യാവോ. അത് ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ബ്ലൂവോ റെഡോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് വരച്ച് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. എല്ലാ വരകളും കൊടുക്കണം, കാരണം നമുക്ക് പിന്നീട് ഇതിനകത്ത് ഗ്ലാസ്സിൽ വരച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ വരകളും ബോർഡർ ഞാൻ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് എപ്പോഴും, കാരണം ഈ ഗ്ലാസ്സിൽ വെച്ചിരുന്ന ബോർഡർ ആയിരിക്കില്ല അതിൽ വരുന്ന. ബാക്കിയെല്ലാം നമ്മളിതുപോലെ കറക്റ്റായിട്ട് അതിനകത്ത് വരച്ച് കൊടുക്കുക. കുറച്ച് ബലം ഉപയോഗിക്കണം, കാരണം യെല്ലോയാണ്. യെല്ലോയേക്കാളും നല്ലത് റെഡാണ്. പിന്നെ നമുക്ക് അത് ചിലപ്പോൾ അതിനകത്തൊരു പൊടി പോലെ ഉണ്ട് കാർബൺ പേപ്പറിൽ, അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ യെല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കളർ ഇടുമ്പോൾ ഫാബ്രിക് കളേഴ്സൊക്കെ നമ്മൾ ഇടുമ്പോൾ ആ കളർ കൂടെ ഇളകി വരും. ഇങ്ങനെ നമ്മളിത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാർബൺ പേപ്പർ എടുത്ത് നോക്കണം തെളിയുന്നുണ്ടാണ്. ചില ഗ്ലാസ്സുകളിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങിപ്പോകരുത്, അതും പാടാണ്. മറ്റേതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ മടങ്ങിയിരുന്നാൽ ചിലപ്പോൾ തെളിയത്തില്ല. പിന്നെ നമുക്കിതിനകത്ത് ഗ്ലാസ് നമുക്ക് നന്നായിട്ട് കാണണമെന്നൊരു ചെറിയ ഡിസൈൻ, ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കാനായതുകൊണ്ടാണ് വലിയ ഡിസൈൻ എടുത്തത്. ഇപ്പം മിറർ നമുക്ക് മുഖം നോക്കാൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഡിസൈൻസായിട്ട് കോർണറിൽ മാത്രം കൊടുക്കാം. ഇത് ശരിക്കും അങ്ങനെ കൊടുക്കുന്നതാണ് ലാഭം. കാരണം നമുക്ക് ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും യൂസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ഗ്ലാസ് പെയിൻറ്റിങ് ഒക്കെ പോയില്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ 1, 2, 3 ഒക്കെ മിററുകൾ കാണും. അപ്പോൾ പെട്ടെന്ന് സെയിൽ ചെയ്ത് പോകാൻ നല്ല സാധ്യതയുള്ളത് മിററാണ്. അപ്പം നമ്മളത് ഫുള്ള് അവർ മുഖം നോക്കാൻ വേണ്ടിയാണല്ലോ യഥാർത്ഥത്തിൽ കണ്ണാടി വെക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അവർക്കതുകൊണ്ട് യൂസ് ഇല്ല. എപ്പോഴും കോർണറിൽ മാത്രം ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുക. ബാക്കി ഭാഗത്ത് മിറർ
ഇച്ചിരി ഒരു ഓവൽ ഷേപ്പൊക്കെ ആക്കിയിട്ട് ബാക്കി ചുറ്റുകൊണ്ട് മാത്രം ഡിസൈൻസ് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ അത്രയും തീർക്കാൻ പാടായതുകൊണ്ടാണ് വലിയൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് എടുത്തത്. ഇത്രയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നത്. ഇതിൽ ഗോൾഡ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്, അതുകൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ അതൊന്ന് ചെയ്ത് വയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഓരോന്നിൻ്റെയും ഡിസൈൻസുകൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ കളേഴ്സുകൾ ഉപയോഗിച്ചാണ്. ഗ്രേപ്സ് മാത്രമാണ് സിൽവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സിൽവർ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചെയ്താലും മതി. ഇത് മാത്രമാണ് നമ്മൾ ഗോൾഡിൽ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. ഇത് ട്രേസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാർബൺ പേപ്പർ വച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയാണ് നമ്മളിത്. ഇത്രയും ഒന്ന് നിങ്ങൾ ക്ലിയറായിട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിനി ഒരു 2 ക്ലാസ് കൊണ്ട് കളറിങ് അത്രയും പഠിക്കാൻ പറ്റും കേട്ടോ. നാളെ എന്തായാലും ആർക്കെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ റെക്കോർഡ് ഇടും. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളതൊന്ന് പറയുക, ഇൻഫോം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലാസ്സുകളിൽ കറക്റ്റായിട്ട് ഡൗട്ട് ചോദിച്ച് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പാടാണ് അത് ചെയ്തെടുക്കാൻ. ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്തെടുക്കാനായിട്ട്. ശരി, ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഇത് ട്രേസ് ചെയ്തതിൻ്റെ ഫോട്ടോസ് ഇവിടെ ഇട്ടേക്കാം കേട്ടോ. ദേവി മാം, ട്രേസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ.